ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് നീട്ടിയത്. കണ്ണൻ നായർ വിവരങ്ങളുമായുണ്ട്. കണ്ണൻ, പെട്ടവരെല്ലാം പെട്ടു തന്നെ നിൽക്കുകയാണ്. കൂടുതൽ നടപടികൾ നേരിടുക തന്നെ അല്ലേ? തീർച്ചയായിട്ടും ഈ കേസിൽ 14 ദിവസത്തെ കൂടിയാണ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടിയത്. 18-ാം തീയതി വരെയാണ് ഈ റിമാൻഡ് ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടിയിരിക്കുന്നത്. ഇന്ന് 10 മണിയോടുകൂടിയാണ് പത്മകുമാറിനെ ഞാനിപ്പോൾ നിൽക്കുന്ന കോടതിയിലേക്ക് കൊണ്ടുവന്നത്. ഒരു കാരണവശാലും ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ഒഴിവാക്കരുത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ആ വാദം പൂർണ്ണമായിട്ടും കോടതി അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ 14 ദിവസം കൂടി റിമാൻഡ് കാലാവധി നീട്ടിയത്. 8-ാം തീയതി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഈ കോടതി പരിഗണിക്കുന്നുണ്ട്. 8-ാം തീയതി കോടതിയിൽ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും ഒരു വിധി ഉണ്ടാവുക. നേരത്തെ ജാമ്യ ഹർജി നൽകിയ ആർക്കും ഈ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിട്ടില്ല. പത്മകുമാറിന്റെ കാര്യത്തിൽ എന്താകും എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം നമുക്ക് 8-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും നിലവിൽ ഇപ്പോൾ തിരിച്ച് പത്മകുമാറുമായുള്ള SIT സംഘം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്.